മുൻപ് ഇപ്പോൾ ഉഷ ഹസീന അമ്മയിലെ അംഗം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ഉഷ ഹസീന, വലിയ രീതിയിലുള്ള തമ്മിലടി, അത് പരസ്യമായി തന്നെ താരങ്ങളും ഭാരവാഹികളും പുറമേക്ക് വന്ന് പറയുന്ന ഇടം വരെ എത്തിയിരിക്കുകയാണ് അമ്മയിലെ കാര്യങ്ങൾ. എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചു നാളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളാരും അറിയുന്നില്ല. പക്ഷെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയയിലൂടെ എല്ലാവരും അറിയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ വരുന്ന വോയിസ് മെസ്സേജ് ഓൺലൈൻ മീഡിയയിലൂടെ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ആരെ അറിയിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഈ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പുറത്തായിട്ടുണ്ട്. ഇപ്പോ ഒരു ചരിത്രപരമായ തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിലൂടെ വനിതാ സാരഥികൾ രംഗത്ത് വരുന്നു. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അമ്മയിലെ അംഗങ്ങളൊക്കെയും അതിനെ നോക്കിക്കണ്ടത്. ആ പ്രതീക്ഷയ്ക്കൊക്കെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ? തീർച്ചയായിട്ടും അതൊന്നും സംശയമില്ല. ഇത്രയും നാണക്കേടായിട്ടുള്ള വിഷയം വരുന്നത് ഒരു സംഘടനയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സംഘടന അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തുടർന്ന് ഒരു വർഷത്തിനൊക്കെ ഇവര് അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടി എന്താണ് ചെയ്തത്? നേരത്തെയും നടത്തിയിട്ടുണ്ട് കുടുംബസംഗമം. ആ കുടുംബസംഗമം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ് വെൽഫെയറിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? അത്തരം കാര്യങ്ങളല്ലേ ഈ വെൽഫെയർ പ്രോഗ്രാംസ്, പരിപാടികൾ, ഓരോ കാര്യങ്ങൾ അവർ തുടർന്നു വന്നതൊക്കെ ഇപ്പോൾ മുടക്കമില്ലാതെ നടക്കുന്നുണ്ടോ? ഇത് കൈനീട്ടം ഒക്കെ മുടങ്ങാതെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ എന്തൊക്കെയോ ഇടയ്ക്ക് ഇഷ്യൂ ഉണ്ടെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു പരാതി. കാരണം അവർക്ക് അതിനൊന്നും നേരമില്ല. എല്ലാവർക്കും ഇങ്ങോട്ട് ഞാനാണോ വലുത് നീയാണോ വലുത് എന്നുള്ള ഒരു ഗ്രൂപ്പ്, 3 ഗ്രൂപ്പായിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച, വഴക്കും ബഹളവുമാണ്. ഇപ്പൊ കണ്ടില്ലേ, പിന്നെ അൻസിബയ്ക്കെതിരെയുള്ള കേസും അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ ഓഫീസ് മാനേജർ കൊടുത്ത പിന്നെ ആ ഓഫീസ് മാനേജർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് അയച്ച കത്ത് വരെ ലീക്കായിട്ടുണ്ട്. പലരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. അംഗങ്ങൾക്ക് അയച്ച കത്താണത്. ഇതിപ്പോ 2 തട്ടിൽ അംഗങ്ങൾ എന്നത് നമുക്കറിയാം. അതായത് പ്രസിഡന്റും 3 തട്ടിലാണ്. ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും അല്ലാതെ ഈ 3ാം തട്ട് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിച്ചത്? അതായത് 2 ഗ്രൂപ്പ് ഉണ്ട് അവിടെ. കൂടാതെ തന്നെ കുറച്ചു പേര് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന, അവിടെയും ഇവിടെയും അല്ലാതെ നിൽക്കുന്നവരും ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, ഉഷ ഹസീന ദീർഘനാളായി അമ്മയുടെ മെമ്പർ ആയിട്ടുള്ള ആളാണല്ലോ. ഇപ്പോ അമ്മ എന്ന് പറയുന്ന താരസംഘടന, അതിൽ എപ്പോഴും ഇത്തരത്തിലുള്ള തമ്മിൽ തല്ലൊക്കെ ഉണ്ടാകും, അഭിപ്രായങ്ങൾ പറയും, അത് ചിലപ്പോൾ ഏറ്റുമുട്ടലിലേക്കൊക്കെ പോകുന്ന സാഹചര്യവും ഉണ്ട് എന്ന് അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും നടക്കുന്നു, പക്ഷെ ഇപ്പോൾ പുറത്തറിയുന്നു എന്നൊരു മാറ്റം മാത്രമാണോ താങ്കൾ കാണുന്നത്? മുൻപൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുമ്പോട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്നത് അധികാര തർക്കമാണോ? ഞാനാണോ ഈഗോ പ്രശ്നം? ഞാനാണോ വലുത്? പ്രസിഡന്റിനാണ് അധികാരം. പ്രസിഡന്റിന് ഒരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞ് പ്രസിഡന്റ് പ്രശ്നമുണ്ടാക്കുന്നു. സെക്രട്ടറിക്കാണ് എല്ലാ അധികാരവും, പ്രസിഡന്റ് വെറും റബ്ബർ സ്റ്റാമ്പാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുന്നത് കേട്ടോ. ഓൺലൈൻ ചാനലിലെ വാർത്തകളിലാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ വളരെ അടുപ്പമുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഭാരവാഹികളായിട്ടുള്ളവരോടൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിക്കും. ഇതൊക്കെ ഓൺലൈനിൽ കാണുമ്പോൾ ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഇങ്ങനെ പോലെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ അൻസിബയുടെ വിഷയം, അൻസിബ അവിടെ അനുഭവിച്ച കാര്യങ്ങളാണ് അൻസിബ പറയുന്നത്. അൻസിബ അനുഭവിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അൻസിബ ഈ ഭരണസമിതി വന്നപ്പോ തൊട്ട് അൻസിബ അവിടെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അൻസിബയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അൻസിബ ഞങ്ങളെ പോലുള്ളവരോട് പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അൻസിബയെ. രാജിയൊന്നും വെക്കരുത്, നമ്മൾ രാജിവെക്കാൻ പല പ്രാവശ്യം മുതിർന്നതാണ്. രാജിവെക്കരുതെന്ന് ഞങ്ങള് പറഞ്ഞു. ഇത് ജനറൽ ബോഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. അവളവിടെ ഈസിയിൽ പോയിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ കരഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ നമ്മുടെ ലക്ഷ്മപ്രിയയും പറഞ്ഞിട്ടുണ്ട്. ഈ അൻസിബ ഒറ്റപ്പെടുത്തിയത് അവിടെ ഒരു സംഘടനയുടെ, അമ്മ പോലെ ഒരു സംഘടനയുടെ ഓഫീസിൽ ഈ
എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നു എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ. ഉഷ, ഇപ്പോ ഈ അൻസിബയ്ക്ക് ഏതെങ്കിലും ഇപ്പോ ഈ 3 തട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഏതെങ്കിലും തട്ടിൽപ്പെടുന്ന ആളാണോ അൻസിബ? ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അൻസിബ, എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതെ അതെ അതെ. അൻസിബ അങ്ങനെ ഒരിടത്ത് ഇവര് 2-3 ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. ഇത് ആരുടെയൊക്കെ ഗ്രൂപ്പിലുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഓരോ ഗ്രൂപ്പാണ്, 3 ഗ്രൂപ്പാണെന്ന് പറയുന്നു. ഒരു ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ട്, ഒരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ട്, നിഷ്പക്ഷതയായിട്ടുള്ള വേറൊരു ഗ്രൂപ്പാണെന്ന് പറയുന്നു. ഇവരുടെയൊക്കെ അൻസിബയുടെ പിന്നില് എന്നോട് നേരത്തെ ഒരാൾ അൻസിബയുടെ പിന്നിൽ ആരോ അൻസിബയെ കൊണ്ടിരിക്കുകയാണ്, അൻസിബയുടെ പിന്നിൽ ആരുണ്ടെന്ന് അങ്ങനെയും പറയുന്നു. പിന്നെ ഇപ്പൊ അതല്ല, എനിക്ക് തോന്നിയത് ഇവരുടെ എല്ലാം ഈ സ്ത്രീകളെ തമ്മിൽ തല്ലിച്ച് ഈ ഭരണസമിതി കുട്ടിച്ചോറാക്കി ഇനി ഒരിക്കലും സ്ത്രീകളോടെ ഭരണത്തിൽ വരരുത് എന്ന് വിചാരിച്ചിട്ട് ആരൊക്കെയോ ചേർന്ന് ഇവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, ഈ സ്ത്രീകൾ ആരും അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ, ഇത് 1 വർഷം കൊണ്ട് ഇനി ഒരിക്കലും സ്ത്രീകൾ വരരുത് എന്ന് വിചാരിച്ചിട്ട് ചിലര് കളിക്കുന്നുണ്ടോന്ന്, ചില പുറത്തു നിന്ന് ആരെങ്കിലും ഒക്കെ നിന്ന് ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ സ്ത്രീകൾ അധികാരത്തിൽ വന്നതോടുകൂടി അധികാരം നഷ്ടപ്പെട്ട ആളുകൾ വളരെ കാലം ഇതിന് ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നവർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടാവാം ആയിരിക്കാം. അത് എന്തൊക്കെയോ എന്താ പറയാ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ ചുമ്മാ ഒന്നും ഒരു ബഹളം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ ഇപ്പൊ പറഞ്ഞുവല്ലോ, ഈ അധികാര കേന്ദ്രങ്ങളാകാനുള്ള ശ്രമം നടക്കുന്നു. പ്രസിഡന്റ് അല്ല ആക്ട് ചെയ്യേണ്ടത്, എപ്പോഴും ജനറൽ സെക്രട്ടറിക്കാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്. അമ്മയുടെ ഭരണഘടന അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ മഹാനടന്മാരുൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ കൂടിയാലോചനകളിലൂടെ അല്ലേ തീരുമാനം പോയിട്ടുള്ളത്? ആ കൂടിയാലോചന ഇപ്പോഴില്ലാത്തതാണ്. അതില്ലാന്നാണ് തീർച്ചയായിട്ടും. പ്രസിഡന്റിന് ഒന്നാമത് സംഘടനാ രീതി ഉണ്ടല്ലോ, അതൊക്കെ അറിയണ്ടേ. ഇപ്പൊ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും അതിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നതാണ്. ഒരു സംഘടന എങ്ങനെയായിരിക്കണം? പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ അധികാരവും സെക്രട്ടറിക്ക് സെക്രട്ടറിയുടെ അധികാരവും ഉണ്ട്. അപ്പൊ ബൈലോയിൽ ഇവരൊക്കെ ബൈലോ വായിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. ബൈലോയിൽ എങ്ങനെ എങ്കിലും മുൻകാലങ്ങളിൽ അമ്മയില് പ്രസിഡന്റ് ലാലേട്ടൻ ഇന്നസെന്റ് ഏട്ടനും ഒക്കെ ഇരുന്നപ്പോഴും സെക്രട്ടറി ആയിട്ടുള്ള ഇടവേള ബാബു, അതിനുശേഷം വന്നവരാണെങ്കിലും എല്ലാവരും അവരോടും കൂടെ ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ ചെയ്യുക ഒന്നും അതൊക്കെ അംഗങ്ങളുടെ വെൽഫെയറിനായി എല്ലാവരുടെയും ലക്ഷ്യം അതാണ്. അംഗങ്ങളുടെ വെൽഫെയർ ചെയ്യുക, ഫണ്ട് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഇത് വലുതാണോ ചെറുതാണോ, ഞാൻ അറിയാതെ ഒന്നും ചെയ്യരുത്, നീ അറിയാതെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുള്ള മത്സരമൊന്നും. തീർച്ചയായും. അപ്പോൾ അമ്മയെ എന്ന താരസംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതിൽ പ്രവർത്തിക്കാനോ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഉഷ, ഇപ്പോൾ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ അംഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ മീറ്റിംഗ് കൂടുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജനറൽ ബോഡി അടുത്ത മാസം അങ്ങാണ്ട് നടക്കാനിരിക്കുന്നു എന്നറിയുന്നു, ഈ പ്രശ്ന പരിഹാരത്തിനുള്ള എന്തെങ്കിലും നീക്കം സംഘടനയിൽ നടക്കുന്നതായി അറിയാമോ? എനിക്കറിയില്ല. ഞങ്ങൾക്ക് അൻസിബ ഇപ്പൊ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അൻസിബയുടെ ഭാഗം എല്ലാം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് അൻസിബ ഞങ്ങൾക്ക് എല്ലാ അംഗങ്ങൾക്കൊക്കെ ഓരോ കത്ത് അയച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ ജനറൽ ബോഡി ആണെന്ന് അടുത്ത മാസം എന്നുള്ള ഇൻഫർമേഷനും നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീഡിയയിലൂടെയാണ് എല്ലാവരും അറിയുന്നത്. നമ്മൾ മീഡിയയിലൂടെയാണ് ഇതൊക്കെ അറിയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു നീക്കം ഉണ്ടായതായി നിങ്ങൾക്ക് അറിവില്ല? ഈ അംഗങ്ങളിൽ ആരെങ്കിലും അത്തരം ഒരു ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അറിയില്ല. അൻസിബയുടെ ഈ രാജിയെക്കുറിച്ചും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന അംഗങ്ങളോടും അറിയിച്ചിട്ടുണ്ട്. പിന്നെ അൻസിബ ഞങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ രാജിവെക്കാൻ പോവുകയാണെന്ന്. പിന്നെ അൻസിബയുടെ നിലപാടുകൾ, അതാണ് ഏറ്റവും വലിയ വിഷയം. അവളെ പുറത്ത് ചാടിക്കണമെന്ന് അവിടെ ഒരു ഗ്യാങ് തുടക്കം മുതൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അൻസിബ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, അൻസിബ മാത്രമല്ല, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അൻസിബയോടൊപ്പം ആദ്യകാലങ്ങളിൽ ലക്ഷ്മിപ്രിയ അൻസിബയോടൊപ്പം അവിടെ കമ്മിറ്റിയിൽ ചെന്നിട്ട് അൻസിബയ്ക്ക് കാവലിരുന്നിട്ടുണ്ടെന്ന് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിന് അവള് ഭക്ഷണം കഴിക്കാതിരുന്ന കാര്യം അതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പക്ഷേ ലക്ഷ്മിപ്രിയ തന്നെയാണ് ഇപ്പോൾ പുറത്ത് കേസ് കൊടുത്തിരിക്കുന്നത്. 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു എന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. അത് വേറെ കേസല്ലേ. അതിന് മുൻപ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫീസിൽ അൻസിബ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷ്മിപ്രിയ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ജിഹാദി എന്ന് വിളിച്ചു വിഷയങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ?
ഇതൊക്കെയാണോ അവിടെ നടക്കേണ്ടത്? നാണക്കേടല്ലേ നമുക്ക്? സംഘടനയ്ക്ക് ഈ കാലത്തിന്റെ ഇടയ്ക്ക് നടക്കാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ? തീർച്ചയായും വളരെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഇവരാരും അതിനകത്ത് ഇരിക്കാൻ യോഗ്യത അല്ലാന്ന് വന്നപ്പോ നമ്മളെല്ലാരും കുറ്റം പറഞ്ഞു. ഇതൊക്കെ ഇപ്പൊ അതൊക്കെ സത്യമായിട്ട് വരുന്നില്ലേ? ഈ ഭരണസമിതി ഒരാളോ രണ്ടാളോ ഒന്നും രാജിവെച്ച കാര്യം നടക്കത്തില്ല. ഒരാളെ രാജിവെപ്പിക്കാനോ രണ്ടുപേരെ രാജിവെപ്പിക്കാനോ ആരൊക്കെ നോക്കും, അതൊന്നും നടക്കത്തില്ല. ഈ ഭരണസമിതി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അവർ മൊത്തത്തിൽ അങ്ങ് മാറ്റുക. എന്നിട്ട് കേസും വഴക്കും ഒന്നും ഇല്ലാത്ത ആരാണോ, അത് മമ്മൂക്കയിൽ ആളായിട്ടുണ്ട്, ഞങ്ങളുടെ സീനിയറായിട്ടുള്ള, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അവർ തീരുമാനിക്കട്ടെ ആര് ഭരണസമിതിയിൽ വരുന്നു. അപ്പോ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഭരണസമിതിയാണ്. തെരഞ്ഞെടുപ്പ് നടന്നോട്ടെ, തെരഞ്ഞെടുപ്പ് ഇല്ലാതെ തന്നെ മമ്മൂക്കയിൽ ആലോചിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന ആൾക്കാരാ. അപ്പൊ തീരുമാനിച്ച് പറഞ്ഞോട്ടെ, ഇന്ന ആൾക്കാർ അങ്ങോട്ടേക്കും. ഇത് എന്തൊരു നാണക്കേടാണ് ഇത് ഇങ്ങനെ വന്നിരുന്നിട്ട്. ഇനി ഒരിക്കലും സ്ത്രീകൾക്ക് ഒരു ഭരണം കിട്ടാത്ത രീതിയിലാക്കിയില്ലേ ഇപ്പോ സ്ത്രീകളും. അപ്പോ മമ്മൂട്ടിയും മോഹൻലാലും വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യത്തിനാണോ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ സംഘടനയിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അവർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ ഭരണസമിതി ഇങ്ങനെ മുമ്പോട്ട് പോകരുത്. ഇത് പിരിച്ചുവിട്ടിട്ട് പുതിയ ഭരണസമിതി അവർ തീരുമാനിച്ചോട്ടെ. കേസിനോ വഴക്കിനോ ഒരാൾക്ക് ഒരു കുറ്റം പറയാത്ത ഒരു ഭരണസമിതി അവരുണ്ടാക്കിക്കോട്ടെ. ഞങ്ങളൊക്കെ യേസ് പറഞ്ഞ് അതിനെ അനുഭവിച്ചു നിൽക്കും. ഞാൻ ഷൂട്ടിങ്ങിലാണ്. ശരി, മനസ്സിലായി. ഓക്കെ, വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന്. ഈ ഭരണസമിതി ആകെ പിരിച്ചുവിട്ട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരട്ടെ എന്നതാണ് ഇപ്പോൾ ഉഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.